ഞാൻ എന്നെ 2 വട്ടം കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മരണത്തിന് ഞാൻ സ്വയം കയ്യാലെ മരിക്കില്ല. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഷാൻ തന്നെയാണ്. കാരണം അപ്പോൾ നാജില ഷാനെ ഞാൻ നിങ്ങൾക്കാർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല ആവൃത്തി ചേട്ടൻ വന്നു എന്നും ഷാൻ പോയി എന്നെല്ലാം പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ കണ്ടന്റുകൾ മാറ്റി ഇട്ട് റീച്ചുണ്ടാക്കുന്ന ഒരാളായിരുന്നു നാജില. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുകയാണ്. ഷാൻ്റെ 4ാമത്തെ വിവാഹമായിരുന്നു. രഹസ്യബന്ധം ഉമ്മ പൊക്കിയതിന് പിന്നാലെ അവസാനം കല്യാണം കഴിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അതിനുശേഷമാണ് നാജിലയുടെ യൂട്യൂബിൻ്റെ പേരെല്ലാം നാജില ഷാൻ എന്നാക്കി മാറ്റിയത്. എന്നാൽ ഇപ്പോൾ സംഗതി ആകെ പ്രശ്നത്തിലായിരിക്കുകയാണ്. 3 മാസത്തോളം ഗർഭിണിയായ നാജിലയെ വീട് കയറി ആക്രമിച്ചിരിക്കുകയാണ് ഷാൻ. മദ്യത്തിന് അടിമപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ വളരെ മോശകരമായ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഉണ്ടായ സംഭവങ്ങൾ തീർച്ചയായിട്ടും ആരെയും ഞെട്ടിക്കുന്നത് തന്നെയാണ്. കുട്ടികളുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് തൻ്റെ ജീവിതം തന്നെ രക്ഷപ്പെട്ടത് എന്നാണ് നാജില പറയുന്നത്. ഇനി ഞാനങ്ങനെ മരണപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഉത്തരവാദി ഷാൻ ആണ് എന്ന് കൂടി വളരെ വ്യക്തമായിട്ട് അവരുടെ യൂട്യൂബ് ചാനലിലൂടെ അവർ പുറത്തു വന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഉണ്ടായ പ്രശ്നം? നമുക്ക് നാജിലയുടെ വായിൽ നിന്ന് തന്നെ ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. ഞാൻ എന്നെ 2 വട്ടം കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മരണത്തിന് ഞാൻ സ്വയം കയ്യാലെ മരിക്കില്ല. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഷാൻ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ എന്നെ കൊല്ലുമെങ്കിൽ അതിന് ഉത്തരവാദി ഷാൻ തന്നെയാണ്. ഇന്നലെ ഈ മോനുള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഈ മോള് നമ്മളെ കതവ് ചാവി പൂട്ടിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ മോൻ കയറി എത്ര വട്ടം എൻ്റെ ഉമ്മച്ചി ഒന്നും ചെയ്യല്ലേ എന്ന് എത്ര വട്ടം കെട്ടിപ്പിടിച്ചെന്നറിയാമോ. മോൻ ഇങ്ങനെ ഈ പ്രശ്നം കൂടെ ഉള്ളത് കൊണ്ട് ഈ മറ്റേ ഷംസാണെങ്കിൽ ഇതായാലും മോൻ ഭയങ്കര വിളിയാണ്. എങ്ങനെ ജീവിക്കേണ്ടിയുള്ള മക്കളാണ്. ഇതിപ്പം വീട്ടുകാരെ മൊത്തം വെറുപ്പിച്ച് ഇപ്പം അയൽവാസികളോടായി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം എൻ്റെ ഫോൺ ഒരെണ്ണം കഴിഞ്ഞ മറ്റേ റബ്ബർ ബാലെടുത്ത ഫോണാണ് വിവോര. ആ ഫോൺ വെട്ടിപ്പൊട്ടിച്ച്. ഞാനതൊന്നും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒരു ഫോൺ, ഈ ഫോണിന് വേണ്ടി ഇന്നലെ അല്ലേ എത്ര തവണ ഈ ഫോണിന് വേണ്ടി ഒരുങ്ങിയെന്നറിയാമോ. എന്നിട്ട് മുത്തുമോനെ കൊല്ലുമെന്ന് പറഞ്ഞ് അല്ലേ, വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞു. മുത്തുമോൻ നല്ല എൻ്റെ വയറ്റി പിടിച്ചുകൊണ്ടാണ് എന്നെ ഇത് രക്ഷപ്പെട്ടത്. അവനെ എത്ര പിടിച്ച് മാറ്റിയിട്ട് അവൻ മാറൂല. കാരണം മദ്യത്തിൻ്റെ ലഹരിയിൽ നിൽക്കുമ്പം ഞാനിപ്പം ഒരാൾ മദ്യപിച്ച്, അതായത് നമ്മൾ സിനിമയിലൊക്കെ മദ്യപിക്കില്ലേ അതുപോലെ ആടി മദ്യപിച്ച് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇരട്ടി ഇതാണ്, ശക്തിയാണ്. അപ്പോൾ 1, 2, 3 വിവാഹത്തിൽ നിന്നെല്ലാം മാറി ചിന്തിച്ച നാജില ഇപ്പോൾ 4ാമത്തെ ഒരു വിവാഹമാണ് ഷാനുമായിട്ട് കഴിഞ്ഞിരുന്നത്. വളരെ സന്തോഷത്തിൽ അവർ കുറച്ചു കാലം നല്ലോണം ജീവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നാജില ഗർഭിണിയാണ്. അതിനുശേഷം ഷാൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഷാൻ ഇതിൻ്റെ മുന്നേ തന്നെ വലിയ ഒരു മദ്യപാനിയായിരുന്നു എന്ന നാജില തന്നെ അവരുടെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ ഞാനിത് മാറ്റിക്കൊണ്ടുവരികയാണ് എന്നും അതിൽ നിന്ന് മാറാൻ നമ്മുടെ ഷാനും തയ്യാറാണ് എന്ന് ഷാനും അവരുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാൻ നാജിലക്കും അതുപോലെ തന്നെ 3 കുട്ടികൾക്കും വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് വരെ അവരുടെ വീഡിയോയിൽ പലപ്പോഴായിട്ട് ഷാൻ പറയുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അതൊന്നുമല്ല സത്യം എന്നുള്ളതാണ്. ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ചെറിയ ഒരു ഇടവേള മാത്രമാക്കിയിട്ടാണ് ഷാൻ കാണുന്നത്. അദ്ദേഹത്തിന് ജീവിതത്തിൽ പണിയെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. അദ്ദേഹത്തിന് വേണ്ടത് മദ്യമാണ്, ലഹരിയാണ്. ആ ലഹരി കഴിഞ്ഞാൽ ഏതാനും ചില മണിക്കൂറുകൾ മാത്രമാണ് നാജിലയുടെയും കുട്ടികളുടെയും അടുത്തേക്ക് അദ്ദേഹം വരുന്നത്. ആ സമയത്ത് ചില സമയത്ത് നല്ല സ്വഭാവവും ചില സമയത്ത് വൃത്തികെട്ട അല്ലെങ്കിൽ മൃഗത്തിനേക്കാൾ മോശമായ ചില പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുണ്ടാവുകയാണ്. ഇന്നലെ രാത്രി നട്ടപ്പാതിരക്ക് കയറി വന്നതിന് ശേഷം മർദ്ദിക്കുകയായിരുന്നു. അതിൽ കുട്ടികൾ അടക്കം ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം. മക്കളടക്കം ഈ ഒരു പ്രശ്നത്തിന് സാക്ഷികളായി മാറുകയാണ്. കാരണം കുട്ടികളുടെ മുമ്പിൽ നിന്നെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ മാനസിക വളർച്ചയെ അത് വളരെ വലിയ തോതിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നാജിലയുടെ ജീവിതമോ ഇങ്ങനെയായി മാറി. കാരണം ഈ കുട്ടികളെല്ലാം ഈ അടിയും പിടിയും തെറിയും എല്ലാം കണ്ട് വളർന്നു കഴിഞ്ഞാൽ അവർ ഒരു ക്രിമിനൽ മൈൻഡിലേക്ക് പോകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. തീർച്ചയായിട്ടും ഇതാ നാട്ടുകാരെല്ലാവരും കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അടിയന്തരമായിട്ട് അവരുടെ ജീവിതത്തിലൊന്ന് ഇടപെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം അവരുടെ ജീവിതത്തിനെ കുറിച്ചിട്ടല്ല. അവർ അത്ര വൃത്തികേടൊക്കെ ചെയ്യുന്ന ആളാണ് എങ്കിൽ നമുക്ക് ഒഴിവാക്കി വിടാം. പക്ഷേ കുട്ടികൾ തീർച്ചയായിട്ടും നാളത്തെ നമ്മുടെ നാടിൻ്റെ ഒരു ഭാവി വാഗ്ദാനമാണ്. അവരെ തീർച്ചയായിട്ടും നല്ലൊരു പൗരന്മാരാക്കി വളർത്തുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഈ ഒരു കാര്യങ്ങൾ കുട്ടികൾ തന്നെ വിവരിക്കുന്നത് കേട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് അതിശയം തോന്നും. എന്താണ് കുട്ടികൾ പറയുന്നത്, നമുക്കത് കേൾക്കാം. ഇന്നലെ ഉമ്മച്ചീൻ എന്തൊക്കെ ചെയ്തു?
ഉള്ളതുകൊണ്ടാണ്. എന്നിട്ട് എൻ്റെ കഴുത്തിൻ്റെ ഇവിടെ കൊങ്ങയ്ക്ക് കയറി എത്ര തവണ പിടിച്ചെന്നറിയാമോ? കൊടുവാളെടുത്ത് ഞാൻ വെളിയിൽ ഇറങ്ങി. കാരണം ക്രിമിനലാണ്. ഇതിന് മുന്നേയും നല്ല ക്രിമിനൽസ് വരുന്നെന്നാണ് അറിയുന്നത്. ഞാൻ അന്ന് ആ ഉമ്മ പറഞ്ഞിരുന്നു, 1 വർഷത്തോളം ആ ഉമ്മ എന്നെ വിളിക്കുമായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നീ ഗതി വരില്ലായിരുന്നു. ആ മോനിങ്ങനെയാണ്. ഇല്ല മോളെ, അവന് വേറെ പ്രശ്നങ്ങളില്ല, ആൾക്കാർ പറയണ കണക്കല്ല. അപ്പോൾ കുട്ടികൾ കാര്യങ്ങൾ വിവരിക്കുന്നത് കേട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് അത്ഭുതം തോന്നുകയാണ്. വാപ്പ വെട്ടുകത്തിയെല്ലാം എടുക്കാൻ വേണ്ടി നോക്കുന്നു, അതുപോലെ തന്നെ ഫോണ് അടിച്ചു പൊട്ടിക്കുമെന്ന് പറയുന്നതെല്ലാം നിഷ്കളങ്കമായിട്ടാണ് കുട്ടികൾ പറയുന്നത്. ഇതൊരിക്കലും നമുക്ക് നാജിലെ കുട്ടികളെ കൊണ്ട് പറയിച്ചതാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം 3 കുട്ടികളും ഒരേപോലെ വാപ്പ ചെയ്ത പ്രവൃത്തികൾ ഏറ്റുപറയുകയാണ്. അത് 100% നമുക്കത് വിശ്വാസത്തിലെടുക്കാം. കാരണം പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പഠിച്ചത്. അത് തന്നെയാണ് യാഥാർത്ഥ്യവും. തീർച്ചയായിട്ടും ആ മക്കളെല്ലാം അത് കണ്ട് ഭയന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ മകൻ പറയുന്ന ഒരൊറ്റ വാക്ക് മതി, എൻ്റെ ഉമ്മയെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആരും തൊടില്ല എന്ന് പറയുന്ന ആ ആൺകുട്ടിയുടെ ഒരു ധൈര്യം നിങ്ങൾ നോക്കണം. 5-6 വയസ്സുള്ള മകൻ്റെ വാക്കുകളാണ് ഉമ്മയെ സമാധാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു കൂട്ടിച്ചേർക്കലാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടിപ്പിടിക്കലാണ്. മകൻ്റെ സ്നേഹത്തിന് മുന്നിൽ തീർച്ചയായിട്ടും നമ്മൾ തലകുനിക്കുകയാണ്. ഇനി അവസാനമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഓടിപ്പോകുന്ന പെൺകുട്ടികൾക്കുള്ള ഒരു വാക്ക് നാജിലയുടെ വായിൽ നിന്ന് ഇന്ന് വീണു. തീർച്ചയായിട്ടും അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വാക്ക് തന്നെയാണ്. ഉമ്മ പണ്ട് കാലം തന്നെ നാജിലയോട് പറഞ്ഞിരുന്നു, നീ അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്റെ അന്ത്യം അവൻ്റെ കൈകൊണ്ടായിരിക്കുമെന്ന്. ആ ശാപം ഇപ്പോൾ ഏറ്റിരിക്കുകയാണ്. നമുക്ക് നാജിലയുടെ വായിൽ തന്നെ ആ വാക്കുകളൊന്ന് കേൾക്കാം. ഞാൻ പൊരുത്തം എല്ലാവരുടെ ചോദിച്ചിട്ടുണ്ട്. അത് ഇന്ന ആളടുത്തൊന്നുമില്ല, എല്ലാവരുടെ പൊരുത്തം. കാരണം മരണം, അവൻ എന്നെ വെട്ടിക്കൊല്ലും. എൻ്റെ ഉമ്മേര് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ്റെ കൈ കൊണ്ടാണ് നിന്റെ അന്ത്യം. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പ്രശ്നമില്ല. ഇതാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ. കാരണം കട്ടിലിൻ്റെ അടിയിൽ നിന്നാണ് ഷാനെ ഉമ്മ പൊക്കുന്നത്. ആ സമയത്താണ് അവർ അവിടെ ഇറങ്ങിപ്പോയി പോലീസ് സ്റ്റേഷനിലെത്തി. അതിനുശേഷമാണ് ഷാൻ്റെ ഒപ്പരമാണ് എനിക്ക് ജീവിക്കാൻ താല്പര്യമെല്ലാം എന്ന് പറഞ്ഞു പോയി. അതിനുശേഷമാണ് നിക്കാഹെല്ലാം കഴിക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഴയ വീഡിയോയിൽ പല ആവർത്തി പറഞ്ഞതാണ്. പക്ഷേ ഉമ്മ അപ്പോഴും അതിനെതിരായിരുന്നു. കാരണം ഷാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു നല്ല ആളല്ല എന്ന്, ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആൾ തന്നെയാണ് നമ്മുടെ നാജിലയുടെ ഉമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ബന്ധത്തെ ഉമ്മ വിലക്കിയതും. കാരണം നാജില 1, 2, 3 വിവാഹത്തിൽ നിന്നെല്ലാം പരാജയപ്പെട്ടതാണ്. ഇനിയൊരു പരാജയം കൂടി താങ്ങാൻ തൻ്റെ മകൾക്ക് കഴിവുണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഉമ്മയുടെ വാക്കുകളൊന്നും തന്നെ നാജില അന്ന് കേട്ടിരുന്നില്ല. അതിനുശേഷം ഷാൻ്റെ വീട്ടിൽ പോയതിനു ശേഷം ഈ ഉമ്മയെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഒരുപാട് വീഡിയോകൾ ഷാൻ അടക്കം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അന്നെല്ലാം നാജില ഷാനും ഒന്നിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും ഷാൻ മറുപക്ഷത്തായപ്പോൾ മാത്രമാണ് നാജിലയ്ക്ക് ഈ ഒരു വാക്ക് ഓർമ്മ വന്നത്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങൾക്ക് എടുത്തു ചാടിപ്പോകുന്ന പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട ഈ ഒരു വീഡിയോ കാണുക തന്നെ വേണം. ഇനി അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉപദ്രവം കൊണ്ട് കൈക്കും കാലുമെല്ലാം പരിക്ക് പറ്റിയെന്നും നീര് വെച്ചെന്നെല്ലാം പറയുന്നുണ്ട് നാജില. അതുകൂടി കേട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ആള് അർദ്ധരാത്രികളിലാണ് വരുന്നത്. നമ്മൾ നല്ല ഉറക്കായി കിടക്കുമ്പോൾ കഥവൊക്കെ ചട്ടപ്പട്ടാണ് ചവിട്ടുന്നത്. ഇനി ഞാൻ ഈ വീഡിയോ ഫ്രണ്ടിൽ നിങ്ങൾക്ക് മുമ്പിൽ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കാരണം എന്താ വെച്ചാൽ ഞാൻ മരിക്കട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ വരുത്തി വെച്ച ശിക്ഷയാണ്, ഞാൻ മരിക്കട്ടെ, പ്രശ്നമില്ല. പക്ഷേ അവന് അർഹതപ്പെട്ട ശിക്ഷ കിട്ടണം. ഞാൻ മരിച്ചാൽ, എന്നെ കൊന്നാൽ, പിന്നെ ഈ കുട്ടിയുടെ കാര്യം മക്കളെ ഈ കുട്ടിയുടെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ഈ കുട്ടി വയറ്റി ജനിച്ചപ്പോൾ തൊട്ടേ നല്ല ഉപദ്രവമാണ് എന്നെ. ഞാൻ പബ്ലിക്കിൻ്റെ മുമ്പ് ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് പറഞ്ഞൊരു പരിധി വരെ ഞാൻ നന്നാക്കാൻ നോക്കി. പക്ഷെ ഇപ്പോഴൊക്കെയാണ് ഞാൻ സത്യാവസ്ഥകൾ അറിയുന്നത്. മിഫ്സലുമായി ഒളിച്ചു നിന്ന് മസ്രൂറ മോളും മുത്തുമോനുമാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. മുത്തുമോനാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഹള്ളിയല്ലേ, എൻ്റെ കൈയൊക്കെ നുള്ളി മുറിച്ചതുണ്ട്. ഈ കൈയുടെ ഇവിടെ പൊക്കാൻ പറ്റുന്നില്ല. ഉപദ്രവിച്ച് മറ്റേ കൈയും ഉപദ്രവിച്ച് നീരുണ്ട്. ടൈലിടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. കാരണം എന്ന് വെച്ചാൽ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണ് സൈലൻ്റാക്കി ഒളിപ്പിച്ചാണ് വെച്ചേക്കുന്നത്. ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ഈ നാട്ടിൽ നിന്ന് ഞാൻ പോകും. കാരണം വീട് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകണമെങ്കിൽ എൻ്റെ കുട്ടികളെയും കൊണ്ടേ പോവുള്ളൂ. എന്തൊക്കെയായാലും മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളാണ് ഷാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശാരീരികമായിട്ട് ഇത്തരത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് ഗർഭിണിയായിരുന്ന സമയത്ത് ഇത്തരത്തിൽപ്പെട്ട അതിക്രമങ്ങൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കപ്പെടാവുന്നതല്ല. തീർച്ചയായിട്ടും നിയമ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ ഈ കാര്യത്തിൽ വേണം. അതുപോലെ തന്നെ നാട്ടുകാരും കുടുംബക്കാരും തീർച്ചയായിട്ടും ആ
പ്രദേശത്തുള്ള പള്ളി കമ്മിറ്റികളടക്കം ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് തീർച്ചയായിട്ടും ആ സഹോദരിക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത്തരത്തിൽപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞ് നാളെ ആ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ 3 മക്കളുടെ കാര്യം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഒന്ന് പരിഗണിക്കണം. ആ കുട്ടികൾ ഏതായാലും നിരപരാധികളാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നാജിലയും അതുപോലെ ഷാനുമാണ്. മക്കൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അവർക്ക് ജീവിക്കാനുള്ള ഒരു നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ തീർച്ചയായിട്ടും ആ നാട്ടുകാരും നാട്ടിലെ പ്രവർത്തകരുമെല്ലാം ഇതിൽ ഇടപെട്ടുകൊണ്ട് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.